ആകാശത്തേക്ക് കൊണ്ടുവരും. അപ്പൊ ഇവിടെ ലോകത്തെവിടെയും കാർബൺ ഉണ്ട്. ഈ കാർബൺ ഭൂമിയിലും അന്തരീക്ഷത്തിലുമായിട്ട് ഇങ്ങനെ തുലനം ചെയ്ത് നിൽക്കണം. ആ തുലനം ചെയ്യലാണ് സത്യത്തിൽ ഭൂമിയുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാന ഘടകം. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നോക്കണേ. നമ്മൾ പഠിക്കേണ്ട ഒരു ഗൗരവമുള്ള കാര്യമുണ്ട്. അള്ളാഹുവിന് ആദ്യം ഭൂമിയെ പഠിച്ചപ്പോൾ ഭൂമി വാസയോഗ്യമായിരുന്നില്ല. ഉണർന്നിങ്ങനെ ചിന്തിക്ക്. ആദ്യം ഭൂമി പഠിച്ചപ്പോൾ ഭൂമി വാസയോഗ്യമല്ല. അല്ലാഹു തആല ഭൂമിയെ പഠിച്ചപ്പോൾ ഭൂമി മനുഷ്യയോഗ്യവാസമല്ലാത്ത കളി ഭൂമിക്കുണ്ടായി. അങ്ങനെയാണ് പർവ്വതങ്ങളെ, മനോഹരമായ വൃക്ഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന പർവ്വതങ്ങളെ അള്ളാഹു പഠിച്ചിട്ടുള്ളത്. ഇത് ഭൂമിക്ക് ആണ്. ഭൂമി ഈ കാണുന്ന ഈ സ്ഥലങ്ങളൊക്കെ തൊട്ടിലാകണമെങ്കിൽ അതിന്റെ കൃത്യമായ നിലയിൽ അതിന്റെ വൃക്ഷത്തോടെയും പാറകളോടും കൂടെയും നിലനിൽക്കണം. എന്ത്? പർവ്വതം കാടോടുകൂടി നിലനിൽക്കണം. അതേപോലെ തന്നെ പാറകൾ കൃത്യമായി നിലനിൽക്കണം. ഇത് രണ്ടിനും വംശനാശം വന്നുകൊണ്ടിരിക്കണം. സത്യത്തിൽ ഒന്നിരിക്കൽ അറ്റ്മോസ്ഫിയറിലാകും കാർബൺ, അല്ലെങ്കിൽ ഭൂമിയിൽ ഒന്ന് ചെടി, പാറ, സമുദ്രം, ജീവികൾ. ഇങ്ങനെയാണ് കാർബൺ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ജിയോളജിക്കൽ ബയോളജിക്കൽ ബേസ് ആണ്. ഭൂമിക്ക് മുകളിൽ ഒന്നിരിക്കൽ അത് ചെടികൾ, പാറ, പർവ്വതങ്ങൾ, വെള്ളം, അതിൽ കാർബൺ ഉണ്ടാവും, ജീവികളിൽ ഉണ്ടാവും. പിന്നെ ബാക്കി അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാവും. അതതിന്റെ സന്തുലിതാവസ്ഥയിൽ നിലനിൽക്കുമ്പോഴാണ് പ്രകൃതി ലോകം അതിന്റെ കൃത്യമായി നിലനിൽക്കുക. അതെവിടെയെങ്കിലും കൂടിയോ കുറയോ ചെയ്താൽ പ്രകൃതിക്ക് വലിയ നാശങ്ങൾ ഉണ്ടാവും. ഇത് അല്ലാഹു തആല നേരത്തെ സംവിധാനിച്ചതാ. അതാണ് അലം നജഅലിൽ അർള മിഹാദാന്ന് പറഞ്ഞ ഉടനെ പറഞ്ഞിട്ടും ഈ വാസയോഗ്യമായിട്ട് ആണികളായി പടച്ചതാണ് എന്തിന്? പർവ്വതങ്ങളെ. പർവ്വതത്തെ നശിപ്പിച്ചതിന്റെ പേരിൽ ഒരു ജനതയെ അല്ലാഹു തആല തകർത്തിട്ടുണ്ട്. അറിയില്ലേ? വൽഫജ്രി വലയാലിൻ അശ്റു വശഫഇ വൽവത്ർ വല്ലൈലി ഇദാ യസ്ർ ഹൽ ഫീ ദാലിക ഖസമുൽ ലിദി ഹിജ്ർ അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാതിൽ ഇമാദ് അല്ലതി ലം യുഖ്ലഖ മിത്ലുഹാ ഫിൽ ബിലാദ് وثمود الذين എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു സാധനം വരും. ഏത്? JCB. പാറ മുതലാളിമാരൊക്കെ ഉണ്ടെങ്കിൽ തെറ്റരുതേ. കോറി മുതലാളിമാരൊക്കെ ഈ കൂട്ടത്തിലുണ്ടാവും. എന്തിനാണ്? വളരെ റീസണബിൾ ആയിട്ടാണ് അവിടെ ആയത്ത് കൊണ്ടുവരുന്നത്. സാലിഹ് നബിയോട് എതിർത്ത ജനതയെ നശിപ്പിച്ചു എന്ന് പറയേണ്ടടുത്ത് പാറ നശിപ്പിച്ചു എന്നാണ്. അപ്പൊ രണ്ടും റീസൺ ആണെന്നാണ് മനസ്സിലാവുന്നത്. ഒന്ന് ധർമ്മത്തെ അവർ കയ്യേറി, ഒന്ന് പ്രകൃതിയെ കയ്യേറി. ഷംസിൽ ധർമ്മത്തെ കയ്യേറി, ഫജ്റിൽ പ്രകൃതിയെ കയ്യേറി. നിങ്ങൾ ഇവിടെ ഇല്ല, നിങ്ങൾ രണ്ട് കയ്യേറിയെന്ന് പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ല? അവിടെ ധർമ്മത്തെ കയ്യേറി സൂറത്ത് ഷംസിൽ. അതിന്റെ മുകളിലുള്ള സൂറത്താണ് ഫജ്ർ. ഫജ്റിൽ അവരെന്തിനെ കയ്യേറി? പ്രകൃതിയെ കയ്യേറി. അവർ രണ്ട് കയ്യേറ്റ ഒരു അർത്ഥമുണ്ട്. ഇന്ന് മനുഷ്യൻ രണ്ടും ചെയ്യുന്നുണ്ട്. ധർമ്മത്തെ കയ്യേറിയിരിക്കുന്നു, പ്രകൃതിയെ കയ്യേറിയിരിക്കുന്നു. ഇഞ്ഞെന്താ ബാക്കി? മനുഷ്യൻ അല്ലാഹു തആല ശിക്ഷ ഏർപ്പെടുത്തും. ഏതാ ശിക്ഷ? ഇന്നുള്ള കേട്ടോ, ശിക്ഷ കേട്ടോ. മനുഷ്യനും പ്രകൃതി നശിച്ചത് കൊണ്ടാണ് ക്യാൻസറിന്റെ 100% മഹാമാരിയ ക്യാൻസർ. നമ്മളെ കാക്കട്ടെ അല്ലാഹു. നമ്മളെ ക്യാൻസർ പാട്ടർന്ന് പിടിക്കാൻ ലോകത്താണ്. എന്താ കാരണം? പ്രകൃതി നശിച്ചു, അറ്റ്മോസ്ഫിയർ നശിച്ചു മാത്രം. ഭയങ്കര തമാശ. ഇത് ഞാനറിയില്ല എന്ന് പറയാൻ പറ്റുമോ? ആരാ ഇന്ന് എല്ലാവരും ക്യാൻസറിന്റെ ആളുകൾ? ക്യാൻസർ. അതിന്റെ പുറമേ ഉണ്ട് പ്രകൃതിയിലെ തള്ളൽ, കൊടുങ്കാറ്റുകൾ. അതിന്റെ പുറമേ ഉണ്ട് ഇനി കൊടുങ്കാറ്റൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ തന്നെ നമ്മളെപ്പോലത്തെ നാട്ടിൽ കൊടുങ്കാറ്റും ഇല്ല, സുനാമി ഇല്ല, അൽഹംദുലില്ലാ. എങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ക്യാൻസർ ഉള്ള നാട് നമ്മളാണ്.
പഠിക്കേണ്ട വിഷയമാണ്. ഈ അറ്റ്മോസ്ഫിയർ, ഇത് കാർബണ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് വളരെ പ്രധാനമായി നിൽക്കേണ്ടതാണ്. കാർബണാണ് ഈ പ്രപഞ്ചത്തിലാകെ നിറഞ്ഞു നിൽക്കുന്നത്. അതിൻ്റെ സന്തുലിത ഒന്നിരിക്കലും അറ്റ്മോസ്ഫിയറിൽ വേണം, അല്ലെങ്കിൽ ഭൂമിയിൽ വേണം. ഭൂമിയിലാകുമ്പോൾ അതിന് ജിയോളജിക്കൽ ബയോളജിക്കൽ ബേസാണുള്ളത്. അതായത് ഒന്നിരിക്കൽ അത് ചെടികളിലെ, പർവ്വതങ്ങളിലെ, വൃക്ഷങ്ങളിലെ, പാറകളുടെ ഉള്ളില്, അതേപോലെ തന്നെ സമുദ്രങ്ങളിലായി അത് നിലനിൽക്കും. നല്ല ഒരളവിൽ നിലനിൽക്കുന്നത് വൃക്ഷങ്ങളിലാണ്. വൃക്ഷത്തിന്റെ 50% കാർബണാണ്. അപ്പൊ ഇവിടെ ഇത് തകർന്നാൽ എന്തുണ്ടാവും? സ്വാഭാവികമായും കാർബണിന്റെ തോത് അന്തരീക്ഷത്തിൽ ഉയരും. കാർബണിന്റെ തോത് അന്തരീക്ഷത്തിൽ ഉയർന്നു പോയാലോ ഭൂമിയിൽ ചൂട് കൂടും. ഭൂമിയിൽ ചൂട് കൂടിയാലോ രണ്ട് നാശം ഉണ്ടാകും. ഒന്ന്, ഭൂമി ഒരിക്കലും മനുഷ്യന്മാർ ജീവിക്കാൻ കഴിയാതെയാവും. രണ്ട്, ഒരുപാട് ഭൂമി വെള്ളത്തിനടി പോകും. ധ്രുവങ്ങളിൽ മഞ്ഞുരുകും. മനുഷ്യനറിയാവും. ഇതൊക്കെ ഖുർആൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതൊന്നും ഞങ്ങൾ അറിയില്ല. അതൊക്കെ വെറുതെ ശാസ്ത്രജ്ഞന്മാർ പറയാന്ന് പറയണ്ട. അതൊക്കെ ഖുർആൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വളരെ നമ്മൾ ചിന്തിക്കണം. അപ്പൊ ഇവിടെ നോക്കൂ നിങ്ങൾ, നമ്മളെന്ന ഈ ഭൂമിക്ക് മുകളിൽ കാർബൺ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഒന്ന് പാറകളും ഒന്ന് വൃക്ഷങ്ങളും. ഇത് രണ്ടിനും ഇന്ന് ലോകത്ത് നിലനിൽപ്പില്ലാതെയാവുക. ഇത് വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. വളരെ നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയ ഈ പ്രകൃതി, അല്ലാഹു തആല നേരത്തെ മനോഹരമായി സംവിധാനിച്ച ഒരു പ്രകൃതിയെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച ഒരു ഭൂമിയെ മനുഷ്യൻ നാശമാക്കിക്കൊണ്ടിരിക്കണം. വളരെ പ്രധാനമായി ശ്രദ്ധിക്കണം. സമുദ്രങ്ങള്, ചെടികള്, മണ്ണ്, ഭൂമിയിലാകെ എവിടെയും പ്രപഞ്ചത്തിൽ അത് നിറഞ്ഞൊഴുകുകയാണ്. കാർബൺ, പ്രത്യേകിച്ച് CO2 അഥവാ കാർബൺ ഡൈ ഓക്സൈഡ്, അതിങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്. പ്രപഞ്ചത്തിൽ എവിടെയും അതുണ്ട്. അതിനാണ് സത്യത്തിൽ അതാണ് ആ കാർബൺ അടങ്ങുന്ന വാതകങ്ങൾ ഒരു സന്തുലിതാവസ്ഥയിൽ നിലനിൽക്കുമ്പോഴാണ് സത്യത്തിൽ, അതാണ് ഗ്രീൻ ഹൗസ് പ്രഭാവം, അതാണ് സത്യത്തിൽ ഓസോൺ പാളികൾ എന്ന് പറയുന്നത്. ആ ഓസോൺ പാളികൾ അതതിൻ്റെ അർത്ഥത്തിലും രീതിയിലും നിലനിന്നിട്ടില്ല എങ്കിൽ ഒരിക്കലും ആ കാർബൺ അതിൻ്റെ അളവിൽ നിലനിൽക്കുമ്പോഴാണ് ഭൂമിയിലേക്ക് സൂര്യന്റെ അൾട്രാവയലറ്റ് രശ്മികളെ നിയന്ത്രിക്കാൻ അതിന് കഴിയും. ഭൂമിയിൽ ചൂട് വരാതെ, കരിഞ്ഞു പോകാതെ ശക്തമാണ് സൂര്യൻ, അത്രയും ശക്തമാണ്. 15 കോടി കിലോമീറ്റർ ദൂരെയാണ് അത് ഭൂമിയിൽ നിന്ന് നിലനിൽക്കുന്നതെങ്കിലും, 15 കോടി കിലോമീറ്റർ ദൂരെയാണ് അതുള്ളതെങ്കിൽ പോലും സത്യത്തില് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഗോളമാണ്. ആ ഗോളം അതിന്റെ രശ്മികൾ ഭൂമിയിലേക്ക് വരുന്നതിനെ ശക്തമായി തടഞ്ഞു നിർത്തുന്നത് ഈ ഗ്രീൻ ഹൗസ് പ്രഭാവമാണ്, കാർബൺ അടക്കമുള്ള. എന്നാൽ അതിന്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടു പോയാലോ അൾട്രാവയലറ്റ് രശ്മികൾ നേരെ ഭൂമിയിലേക്ക് വരും. ഭൂമിയിൽ ചൂട് കൂടും. അത് ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കാം. സുബഹി നിസ്കരിക്കുമ്പോൾ വരെ ഫാൻ ഇടണം. എന്നാലും ഫാൻ ഇട്ടാൽ നോക്കൂ നിങ്ങൾ, AC വെച്ച എത്രയോ പള്ളികൾ കേരളത്തിലുണ്ട്. AC വെച്ച പള്ളികൾ കേരളത്തിലുണ്ട്. അതൊക്കെ നിത്യസംഭവമായി. AC ഇല്ലാതെ ഉറങ്ങാൻ കഴിയില്ല. ഈ AC ഫ്രിഡ്ജ് പോലെയുള്ളത് പുറത്തേക്ക് തള്ളുന്ന ഈ ഇന്നത്തെ കാർബൺ ആകട്ടെ, അത് അന്തരീക്ഷത്തെ വീണ്ടും മലിനപ്പെടുത്തുകയാണ്, വീണ്ടും കട്ടിക്കൂട്ടുകയാണ്. ചൂട് ശക്തമായി ലോകത്ത് ഉയർന്നുകൊണ്ടിരിക്കുക. അൾട്രാവയലറ്റ് രശ്മികൾ ഭൂമിയിലേക്ക് അങ്ങനെ തന്നെ വന്നുകൊണ്ടിരിക്കുക. ഇത് വളരെ, അപ്പോൾ പിന്നെ എന്തുണ്ടാവും? കാർബണിന്റെ തോത് ഭൂമിയിൽ അറ്റ്മോസ്ഫിയറിൽ കൂടിക്കൊണ്ടിരിക്കുക. അത് കൂടിയാൽ എന്തുണ്ടാകും? ഭൂമിക്ക് പിന്നെ ഭൂമിയിലെ ജീവികൾക്ക് നിലനിൽപ്പില്ലാതെയാവും. അലം നജഅലിൽ അർള മിഹാദാ. തൊട്ടിലാണ്. ആ തൊട്ടിലിന് അതിൻ്റെതായ ഒരു സംവിധാനം വേണം. ആ തൊട്ടിലിന്, ഇത് തൊട്ടിലാണ്, ഈ ഭൂമി ഒരു തൊട്ടിലാണ്. അപ്പൊ തൊട്ടിലിന് എന്ത് വേണം? അതിന്റെ നിലനിൽപ്പ്, അതിന്റെ ഓരോന്നിനും അതിന്റെ നിലനിൽപ്പുണ്ടല്ലോ. ഒരു തൊട്ടിൽ കിട്ടുക, ഒരു കുട്ടിക്ക് വേണ്ടി തൊട്ടിൽ കെട്ടി കൊടുക്കുക, അതിന്റെ കയറിന്റെ അനുപാതം ഇതൊക്കെ ബന്ധമുള്ള സംഗതിയാണ്. അലം നജഅലിൽ അർള മിഹാദാ. ഭൂമി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു തൊട്ടിലാക്കി വെച്ചതാണ്. ഇവിടെ ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് വളരെ ശക്തമായി ചൂട് കൂടിക്കൊണ്ടിരിക്കണം. ആ കാരണത്തിലേക്ക് ഞാൻ വരാം. കാർബൺ, ഭൂമിയിൽ വരുന്ന കാർബണ് സത്യത്തിൽ ഏറ്റവും കൂടുതൽ നിലനിർത്തുന്ന പ്രധാനപ്പെട്ട ഘടകം, അതിനെ ഏറ്റെടുക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ വൃക്ഷങ്ങളാണ്. ഒരു വൃക്ഷത്തിന്റെ 50% കാർബണാണ്.